നമ്മൾ ഏത് പിണ്ടി ഡെക്കറേഷൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സാമുകുട്ടനെ വിളിക്കുമ്പോൾ ആളെ എൻ്റെ കൂടെ നിൽക്കട. പക്ഷെ ആളൊരേ ഞാൻ വരുന്നില്ല അമ്മ, ഞാൻ വരുന്നില്ല. ഇതിപ്പോൾ ഒന്നും പറയാതെ തന്നെ ആൾ നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, മെസ്സിയുടെ വലിയൊരു ആരാധകനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു മാലാഖ കുഞ്ഞിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാലാഖനെ ഇത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കരുവന്നൂർ പെരുമ്പിള്ളി വിൻസെൻ്റ് ചേട്ടൻ്റെ വീട്ടിലാണ്. വിൻസെൻ്റ് ചേട്ടൻ്റെ ഭാര്യയാണ് മോൻ ഷിൽട്ടൺ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ശില്പി. അപ്പോൾ ഷിൽട്ടൺ ശരിക്കും ഒരു ആർക്കിടെക്റ്റ് ആണ് അല്ലേ, ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാ ഭാര്യ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഭാര്യയും ഷിൽട്ടണും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിണ്ടി ഡെക്കറേഷൻ ആണെന്നല്ല തോന്നുന്നത്, എന്തോ ഒരു വലിയൊരു സ്റ്റാച്യു, നല്ല മനോഹരമായിട്ടുള്ളൊരു ആർട്ട് വർക്കായിട്ടാണ് തോന്നുന്നത്. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ ടിഷ്യൂ പേപ്പറാണ് തോന്നുന്നത്, ടിഷ്യൂ പേപ്പറാണ്. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് മാലാഖയുടെ ഷേപ്പ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? സെപ്പറേറ്റ് ആയിട്ട് മുന്നുണ്ടാക്കി ഫ്രെയിം ഉണ്ടാക്കി ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തു. പിന്നെ ബാക്കി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ചാർട്ട് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചിറക് വന്നിട്ടുള്ളത് ചാർട്ട് പേപ്പറാണ് കേട്ടോ. ഇതിൽ ചാർട്ട് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് എല്ലാം ചൈന പേപ്പർ തന്നെയാണ് അല്ലേ, ചൈന പേപ്പർ തന്നെയാണ്. ഇവിടെയും ചാർട്ട് പേപ്പർ തന്നെയാണ് ഈ ഒരു ഷേപ്പിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് മത്സരത്തിനുള്ള പിണ്ടിയാണ്. അപ്പോൾ മത്സരം എന്താ പറയുക, റിസൾട്ട് നാളെ വരും അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ മത്സരത്തിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പെരുമ്പിള്ളി വീട്ടുപേരുള്ള എല്ലാവരുടെയും വീട്ടിൽ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് മത്സരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പാരമ്പര്യമായിട്ട് തന്നെ ആർട്ട് വർക്ക് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവരും നന്നായി ചെയ്യും, കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കലാവിരുദ്ധ ഇതിൽ കാണുന്നുണ്ട്. നന്നായിട്ടുണ്ട് ഷിൽട്ടൺ, സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും എല്ലാ വർഷവും നിങ്ങളിവിടെ ചെയ്യാറുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വരാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരാണ്. ഇത് എന്നോട് പേര് നിന്നായിരുന്നു കാതറിൻ മൂന്നുമുറിയിലാണ് വീട് അല്ലേ. കാതറിൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഇന്നലെയും കൂടെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നവരെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കും. തീർച്ചയായും താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരാൾ പോലും നമ്മളോട് ആരാന്ന് ചോദിച്ചില്ല കേട്ടോ. എല്ലാവർക്കും നമ്മളെ അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരാണ്. ശരിക്കും നമ്മളെല്ലാവരും യൂട്ടൺ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, എല്ലാ സ്നേഹത്തിനും നന്ദി. പിന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും ഞങ്ങളും നന്ദി പറയാം. താങ്ക് യു. ശരി ശരി. നമ്മളിവിടെ ഓരോ വീടുകൾ എത്തുമ്പോഴും ആകാംക്ഷയും അത്ഭുതവും ഒക്കെ കൂടി വരികയാണ് കേട്ടോ. കാരണം കണ്ടത് ഏറ്റവും നല്ലത്, കാണാനിരിക്കുന്നതിൻ്റെ അതിനേക്കാൾ നല്ലതെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് പെരുമ്പിള്ളി സ്റ്റെനിച്ചേട്ടൻ്റെ വീട്ടിലാണ്. സ്റ്റെനിച്ചേട്ടനും ഭാര്യ ജിൻസിയും 2 മക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കണ്ടിട്ടാണ് ഇവരിത് ചെയ്തതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും നമ്മളറിയാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാ വീടുകളിലും അവർ എടുത്തു പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി. ഓക്കെ, പിന്നെ ഈ ഒരു ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ
പെർഫെക്ഷൻ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ഈ മോഡൽസ് മുൻപ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കണ്ട ഒരു ഹാർട്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര സമയം എടുക്കും ചെയ്യാനായിട്ട്? ഒരാഴ്ച സമയം കൊണ്ടാണ് ഇവരിത് ചെയ്തത്. എല്ലാവരുടെയും സഹകരണവും ഒക്കെ ഒരുമിച്ചാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം നന്നായിട്ട് നിങ്ങളുടെ ആ സഹകരണത്തിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഫലം ഇതിനകത്ത് കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് ഉണ്ട് അല്ലേ, ക്ലാസ് ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിലുമാണ് ഇവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി സമയമാണ് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഒത്തിരി വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ, ഒത്തിരി ഹാർഡ് വർക്ക് എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് എല്ലാം അടിപൊളി ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിതാ ഈ വീടിന്റെ മുറ്റത്ത് എത്തിയപ്പോൾ ആകെ അത്ഭുതപ്പെട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇതെന്താ ഈ കാണണേന്ന് പറഞ്ഞ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വേറെ എവിടെയും ഇങ്ങനെ ഒരു മോഡൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കരുവന്നൂർ എത്താൻ വൈകിയത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ കൊല്ലം നമ്മൾ എങ്ങനെയോ തേടി പിടിച്ച് ഇവിടെ എത്തിയിട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തോന്നിയൊരു കാര്യം, ഇവിടെ നമുക്കാണ് പുതിയൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും നമ്മൾ അറിയുന്നവരാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് നമ്മുടെ വീഡിയോ ഒക്കെ ചേട്ടൻ എപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ പെരുമ്പള്ളി ഡെന്നി ചേട്ടനാണ് അല്ലേ, ഡെന്നി ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡെന്നി ചേട്ടനും മോനും എല്ലാവരും കൂടിയിട്ടാണ് ഇതാ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. മത്സരത്തിനുള്ള പിണ്ടിയാണ് അല്ലേ, മത്സരത്തിനുള്ള പിണ്ടിയാണ്. ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ട്. കാരണം നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മോഡൽ. അപ്പോൾ അത്രയും ഭംഗിയായിട്ടുണ്ട്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരത്തിനുള്ള പിണ്ടികളുടെ എണ്ണം കുറവാണെങ്കിലും മത്സരിക്കുന്ന എല്ലാ പിണ്ടികളും തന്നെ സൂപ്പറാണ്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ഫാമിലിയിലെ എല്ലാ ഒരുവിധം ഫാമിലി ബംഗാളിക്കാരും ഒരുവിധം ആൾക്കാരൊക്കെ മത്സരത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. എല്ലാവരും നന്നായി ക്രാഫ്റ്റ് വർക്കും ആർട്ടൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സമ്മാനം. സൈൻ ബോർഡിന്റെ വർക്ക് ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ പേര് തന്നെ ശില്പിയാണ്. അപ്പൊ എല്ലാവരും നല്ല ശില്പികളാണ്. അപ്പൊ നന്നായിട്ടുണ്ട് ചേട്ടാ. അപ്പൊ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭാര്യയും മക്കളും ചേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ്. അതെ, എല്ലാവരുടെയും സഹകരണമാണ്. ഈ ഒരു സഹകരണവും സ്നേഹവും ഒരുമയും ഒക്കെയാണ് ഈ ഒരു വർക്കിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഏത് പിണ്ടി ഡെക്കറേഷൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സാമുകുട്ടനെ വിളിക്കുമ്പോൾ ആളെ എൻ്റെ കൂടെ നിൽക്കട. പക്ഷെ ആളൊരേ ഞാൻ വരുന്നില്ല അമ്മ, ഞാൻ വരുന്നില്ല. ഇതിപ്പോൾ ഒന്നും പറയാതെ തന്നെ അതേ ആൾ നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, മെസ്സിയുടെ വലിയൊരു ആരാധകനാണ് കേട്ടോ. അപ്പോൾ ഏതൊരു പ്രാവശ്യം മെസ്സിയുടെ കളി ഉണ്ടെങ്കിലും മെസ്സിയുടെ ജേഴ്സി വേണം, അങ്ങനെ എന്താ പറയുക, കിട്ടാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് കടുത്ത ആരാധനയാണ് മെസ്സിയോട്. നല്ല ഭംഗിയായിട്ട് ഇതാ ഇവിടെ 4 സൺഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിണ്ടിമേ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്ഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കളത്തിപ്പറമ്പിൽ വർഗീസേട്ടൻ അല്ലേ, കളത്തിപ്പറമ്പിൽ വർഗീസേട്ടൻ്റെ വീട്ടിലാണ്. വർഗീസേട്ടൻ്റെ മോളും മോനും അതെ ഇവരാണ് കേട്ടോ ഈ ഒരു പിണ്ടി നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മൾ ചെയ്യുന്ന എല്ലാ വീട്ടിലും എല്ലാവരും പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു, സന്തോഷമായി കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി നമ്മുടെ ചാനൽ കാണണം, കമൻറ്റ് ചെയ്യണമൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനത് ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പം നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര സമയം എടുത്തു ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്? ഒരാഴ്ചയൊക്കെ സമയം എടുത്തിട്ടാണ് ഇവർ ഈ ഒരു വർക്ക് ഇവിടെ എത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീപ്പ് പേപ്പർ കൊണ്ടാണ്
ഇതിന്റെ പെറ്റൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളിലും ക്രീപ്പ് പേപ്പർ ആണോ? ഉള്ളിൽ ഇത് കളർ A4 ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഈ ഉൾഭാഗം ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ഈ പോർഷനൊക്കെ ഇതൊക്കെ ക്രീപ്പ് പേപ്പർ തന്നെയാണ്. ഇതിൽ പിണ്ടിയുടെ ചുറ്റും കൊടുത്തിരിക്കുന്നത് ക്രീപ്പ് പേപ്പർ തന്നെയാണ് അല്ലേ. ഈ പിണ്ടി കവർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലുള്ള ക്രീപ്പ് പേപ്പർ വെച്ചിട്ടാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്? ആണി വെച്ചിട്ട് അല്ലേ. ഓക്കെ, ഈ ഫ്ലവറിന് ആണി വെച്ചിട്ടാണ് ഈ പിണ്ടിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ